CPM എന്ന് പറയുന്നത് അവർക്കൊരു സിദ്ധാന്തമുണ്ട്, ഞങ്ങൾക്കുണ്ട്. അവര് അവരുടെ ഒരു ആശയം വിട്ടിട്ട് അവര് പ്രഖ്യാപിത സംഘവിരുദ്ധ ആശയം അവർക്കുള്ളത്. പ്രകാശ് ജാവ്ദേക്കർ ഒന്ന് സംസാരിച്ചാൽ EP ജയരാജൻ പാർട്ടി മാറും. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രത്യയശാസ്ത്ര ബോധ്യമാണ് അദ്ദേഹത്തിനുള്ളത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി അതിനെ അധികാരത്തിൽ കയറ്റാനോ അല്ലെങ്കിൽ ഇറക്കാനോ വേണ്ടി പ്രവർത്തിക്കുന്ന അട്ടിമറി തൊഴിലാളികളല്ല. CPM വിമർശിക്കുന്നത് BJP ആണ്, UDF വിമർശിക്കുന്നത് BJP ആണ്. CPM വിമർശിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഭരണകക്ഷിയുടെ തെറ്റുകളെ വിമർശിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിലവിലെ എക്സൈസ് കമ്മീഷണർ അജിത് കുമാറിനെ കുറിച്ചിട്ട് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ, RSS നേതാക്കന്മാരെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു, പിണറായിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കന്മാരുടെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് സാറ് ഒരു TV ചാനലിൽ നൽകിയ ഒരു കമന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പിണറായിയെ കുറിച്ചോ ആ പാർട്ടിനെ കുറിച്ചോ നിങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കമന്റ്? അല്ല, അതില് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ, അവര് എല്ലാവരും കാണും, തിരിച്ചും കാണും. ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആളുകൾ അവര് നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പൊ RSSന്റെ അഖില ഭാരതീയ ചുമതലപ്പെട്ട ആളുകൾ ഇപ്പൊ കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഒരു പ്രോഗ്രാംസിന്റെ ഒരു പ്രത്യേകത, അവര് സംഘത്തിന് പുറത്തുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ സമൂഹത്തിലുള്ള സ്വാധീനമുള്ള വളരെ ഇൻഫ്ലുവൻസ് ഉള്ള അത്തരം വ്യക്തികളുടെ മീറ്റുകൾ നടത്തും. അപ്പോൾ അതിൽ പത്രപ്രവർത്തകന്മാരുണ്ടാവും, ഉദ്യോഗസ്ഥ മേധാവികളുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും, സാധാരണ കർഷകരുണ്ടാവും, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ടാവും. അത്തരം ആളുകളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും. പിന്നെ വ്യക്തിപരമായി ചില ആളുകൾ കാണും. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന അതിൻ്റെ ഈ രാജ്യം മുഴുവൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ സമൂഹത്തിലെ വ്യത്യസ്ത തലത്തുനിന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്, അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിനും സഹായകരമാണ്. അപ്പോൾ അവരും ചില കാര്യങ്ങൾ, ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഈ സഞ്ചരിക്കുന്ന ആളിനോട് ചോദിക്കുമ്പോൾ അവർക്കും ചില കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഒരു ആശയങ്ങളുടെ ആദാന പ്രദാനം എന്നതിനെ വിശേഷിപ്പിക്കാം, ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ, അതാണ് ഈ സമ്പർക്കത്തിലൂടെ നടക്കുന്നത്. അല്ലാതെ ചിലർ വിചാരിക്കുന്ന പോലെ കേന്ദ്രം ഇപ്പം BJP ഭരിക്കുന്നു, ഇവിടെ ഇപ്പോൾ CPM ഭരിക്കുന്നത്, അപ്പോൾ ഇവിടുത്തെ ചില ആളുകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുകയാണ്, അങ്ങനെ ഉപയോഗിച്ച് കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില ആളുകൾ കാണുകയാണ് എന്നൊക്കെ ഉള്ളത്, അത് ഒരു തരത്തിലും ഇപ്പോൾ ഇവിടെ UDFന്റെ ഒക്കെ ഒരു പ്രചരണമാണ്. അവർക്ക് ഇവിടെ ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ, അവരെ ഭയപ്പെടുത്താൻ ഇത്തരം ചില കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനൊരു പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ CPM കോൺഗ്രസും തമ്മിൽ രാജ്യത്തെ എമ്പാടും ധാരണയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സഖ്യൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഇന്ത്യനപ്പുറത്തും അതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലൂടെയൊക്കെ പോയ ഒരു മുന്നണിയാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. ഈ കേരളത്തിൽ BJP എവിടെയെങ്കിലും ശക്തിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയും മുന്നണിയാണ്. ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്ത് ചെന്നിത്തല, അവിടെ CPM കോൺഗ്രസും ധാരണയാണ്. അങ്ങനെയാണ് അവരുടെ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവർ പുറത്താക്കിയത്. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. പക്ഷേ CPM അതുപോലെ കൂടുതൽ രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്, മൂന്നാമത്തെ CPM ആണ്. മൂന്നാമത്തെ കക്ഷിയായ CPM പ്രസിഡന്റ് സ്ഥാനം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണക്കുകയാണ് BJP ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ കേരളത്തിലും മുന്നണി ആകാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ്. CPM അതുപോലെ തന്നെ BJP തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞത്, CPM എന്ന് പറയുന്നത് അവർക്കൊരു സിദ്ധാന്തമുണ്ട്, ഞങ്ങൾക്കുണ്ട്. അവര് അവരുടെ ഒരു ആശയം വിട്ടിട്ട് അവര് പ്രഖ്യാപിത സംഘവിരുദ്ധ ആശയം അവർക്കുള്ളത്. ഞങ്ങൾ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളാണ്. ഞങ്ങൾക്ക് യോജിപ്പിൻ്റെ മേഖല എവിടെയുള്ളത്? അത് ഏതെങ്കിലും ഒരു DGP വന്നാൽ, അല്ലെങ്കിൽ ADGP വന്നാൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ യോജിപ്പ് ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ എന്തും ചെയ്യാൻ പറ്റും? നിശ്ചയമായും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേവലം രാഷ്ട്രീയമായ പ്രചരണം മാത്രമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ADGP അദ്ദേഹത്തെ ഞാനും കാണുകയുണ്ടായി. അത് വയനാട്ടിൽ വെച്ചാണ്, ആ ദുരന്ത മുഖത്ത് വെച്ചാണ്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുറത്തുനിന്നുള്ള ആംബുലൻസുകളൊക്കെ വിടാതെ പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് വിട്ടുതരാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അത് എല്ലാവരും, എല്ലാ നേതാക്കന്മാരും താമസിക്കുന്ന, മന്ത്രിമാർ താമസിക്കുന്ന, ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ വെച്ച് ആണ് ഞങ്ങൾ കണ്ടത്.
അതിന്റെ തൊട്ടിപ്പുറത്തെ മുറി ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, അപ്പുറത്തെ മുറിയിൽ റവന്യൂ മന്ത്രി രാജൻ മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഹോട്ടൽ വെച്ചിട്ട് ആണ് ഈ കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ എന്താണ്, അങ്ങനെ കൂടിക്കാഴ്ച നടത്തി. ബാക്കി ആര് കണ്ടാലും പ്രശ്നമില്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് ദുരുപദിഷ്ടിതമായ വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പ്രചരണം മാർക്സിസ്റ്റുകാരാണ് ഇതിന് തുടക്കം കുറിച്ചത്. RSSകാരെന്ന് പറഞ്ഞാൽ എന്തോ രണ്ടാം കിട അല്ല, നാലാം കിട പൗരന്മാരാണ്. അവരെ ആർക്കും കാണാൻ പാടില്ല, അവരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ ഐത്വം അതിവിടെ കൊണ്ടുവന്നത് CPM ആണ്. അവർക്ക് ബാക്കിയുള്ളവരായിട്ടും കൂട്ടുകൂടാം, പക്ഷേ ഈ CPM ഇങ്ങനെയുള്ള ആളുകളായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയായിട്ട് ആരും കണ്ടാൽ, നരേന്ദ്രമോദിയായിട്ട് പ്രേമചന്ദ്രൻ കണ്ടാൽ, നരേന്ദ്രമോദിയായിട്ട് നേരത്തെ ഇവിടുത്തെ ഒരു മന്ത്രി ഗുജറാത്തിൽ പോയി കണ്ടിരുന്നു, അത് വലിയ പ്രചരണമായിട്ട് മാറ്റുകയുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന പ്രശ്നമാണ്, ശിവഗിരിയിൽ വന്ന പ്രശ്നമാണ്, കൊച്ചിയിൽ വന്നാൽ പുലയ മഹാസഭയുടെ ഒരു പരിപാടിക്ക് വന്നത് CPM അതിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്തി. ശിവഗിരിയിൽ വരുമ്പോൾ അവർ ഹർത്താൽ നടത്തി. നരേന്ദ്രമോദി വരുമ്പോൾ, അദ്ദേഹം ഇന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാണ്, ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രി, അദ്ദേഹം എവിടെയും പോകുമ്പോൾ ഹർത്താൽ നടത്താൻ പറ്റുമോ? ഇവർക്ക് കാണണ്ടേ? അപ്പോൾ ഈ അയിത്തം എത്ര കാലം കൊണ്ടുപോകും? ഈ അയിത്തമൊക്കെ ഏതോ പ്രാകൃത കാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ അയിത്തം എന്നൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ജനാധിപത്യ കാലത്തിൽ ഏത് തരത്തിലുള്ള അയിത്തവും അനാശാസ്യമാണ്, അപരിഷ്കൃതമാണ്. അതുകൊണ്ട് പരസ്പരം സംസാരിച്ചും ആശയങ്ങൾ കൈമാറിയും ഒക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് എതിർക്കേണ്ടത് എതിർത്താം. എല്ലാ കാര്യത്തിനും എന്തിനാണ് എതിർക്കുന്നത്? എല്ലാ കാര്യത്തിനും എന്തിനാണ് എതിർക്കേണ്ടായല്ലോ? സ്വീകരിക്കേണ്ട കാര്യം സ്വീകരിച്ചുകൂടെ? അതല്ല ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ നല്ല അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാണ്, എല്ലാവരും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള അടിമത്തവും അതുപോലെ തന്നെ അയിത്തവും ഒക്കെ അവസാനിക്കുകയും ചെയ്യും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള പ്രചരണം രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, മറിച്ചെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ രാഷ്ട്രീയം മാറ്റി വെക്കണം, വ്യക്തിപരമായിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അല്ല, നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത് അവര് ഓരോ സംഘടനയുടെയും ഉത്തരവാദിത്വം വഹിക്കുന്നു. അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത്? നാടിനെ നന്നാക്കുക എന്നുള്ള ഉദ്ദേശം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയാർത്ഥത്തിൽ രാഷ്ട്രത്തെ സംബന്ധിച്ചതെന്നാണ്. അത് അതിൻ്റെ സംസ്കൃതത്തിലും ഹിന്ദി പദത്തിലും ഒക്കെ അത് തന്നെയാണ് അർത്ഥം. മലയാളത്തിൽ വരുമ്പോൾ അതൊരു കക്ഷി രാഷ്ട്രീയമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അത് ചില ആളുകൾ രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്, ഞങ്ങൾ നമ്മുടെ രാഷ്ട്രവിരുദ്ധമായി, രാഷ്ട്ര താല്പര്യത്തിനെതിരായി ഒരക്ഷരം മിണ്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരും സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പരസ്പരം കാണണ്ടേ, പരസ്പരം സംസാരിക്കണ്ടേ, പരസ്പരം മിണ്ടിയാലെന്താ അപകടം? അപ്പം അങ്ങനെ ചെയ്യുക എന്നുള്ളത്, നമ്മൾ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എന്തെങ്കിലും ആശയം എങ്ങനെ നഷ്ടപ്പെട്ടു വന്നു? ഞാനൊരു CPM കാരനായി മിണ്ടിപ്പോയാൽ ഞാൻ CPM ആവും, തിരിച്ചാവോ? അങ്ങനെ കരുതുന്നതിനാണ്. ഇനി CPM കാരനും RSS കാരനും തമ്മിൽ ഒരു കല്യാണത്തിന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നായിരിക്കണം, അതൊരു വലിയ വാർത്തയാകുന്ന എങ്ങനെയാണ്? ഈ രാഷ്ട്രീയത്തിന് ഒരു മനുഷ്യന്മാരല്ലേ? ഈ കേരളത്തിൽ മാത്രമാണ് ഇതുപോലെയുള്ള തീർത്തും അപഹാസ്യമായ ഇത്തരം പ്രചരണങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുന്നത്. അതിൽ വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന നിലയിൽ, എക്സ്ക്ലൂസീവ് വാർത്തയാണ് എന്നൊക്കെയുള്ള നിലയിൽ അങ്ങ് കൊടുത്തു കളി. അപ്പോൾ അതിൻ്റെ പുറകെ കൂടാൻ കുറേ ആളുകളുണ്ട്. ശരിക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവർ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നതിനോ അവർ തമ്മിൽ ആശയങ്ങൾ കൈമാറുന്നതിനോ യാതൊരു തരത്തിലും മടിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങളെല്ലാവരും കാണാറുണ്ട്. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ വന്നു, EP ജയരാജനെ കണ്ടു, ഭയങ്കര വാർത്തയാണ്. ജയരാജൻ പ്രതിരോധത്തിലായിപ്പോയി, CPM പ്രതിരോധത്തിലായിപ്പോയി. അങ്ങനെ എന്തിനാ അതിൻ്റെ ആവശ്യം? അങ്ങനെ കണ്ടാലെന്താ പ്രശ്നം? പ്രകാശ് ജാവ്ദേക്കർ വന്ന് സംസാരിച്ചാൽ EP ജയരാജൻ പാർട്ടി മാറും. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രത്യയശാസ്ത്ര ബോധ്യമാണ് അദ്ദേഹത്തിനുള്ളത്? അങ്ങനെ തിരിച്ചുകൊണ്ടാറ് ഞങ്ങൾ പലരെയും കാണാറുണ്ട്. ഞാനിപ്പോൾ ഇന്നയാളെ കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല, ഇനി അവരെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞങ്ങൾ പലരെയും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിശ്ചയമായിട്ടും, നിശ്ചയമായിട്ടും എല്ലാ പാർട്ടികളിലും പെട്ട നേതാക്കന്മാരുമായും സാധാരണ പ്രവർത്തകന്മാരുമായും ഒരു വിവേചനവും ഇല്ലാതെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു വിവേചന ബോധവും ഇല്ല. ഇപ്പോ ഈ കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയ ചരിത്രത്തില്
ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു അധ്യക്ഷൻ ഉണ്ടാകുന്നത്. അത് BJPക്കാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്? അല്ല, കേരളത്തിന് പുറത്ത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം മലയാളിയാണ്, പക്ഷേ ഉം. ജനിച്ചതും വളർന്നതുമൊക്കെ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, കർണാടകത്തിൽ നിന്നാണ്. അല്ല, അദ്ദേഹം അധ്യക്ഷനാവുന്ന മുമ്പ് തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം BJP അധ്യക്ഷനാവുന്നതിന് മുമ്പ് ഇവിടെ തിരുവനന്തപുരത്തല്ല മത്സരിച്ചത്. അതൊരു ട്രയൽ റൺ പോലെ ആയിരുന്നില്ല. അല്ല, അദ്ദേഹം മലയാളിയാണ്. ഉം. അദ്ദേഹം മലയാളിയാണ്. കേരളത്തിൽ ജനിച്ച് പുറത്തേക്ക് പോയി അങ്ങനെ ആ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ധാരാളം ആളുകൾ ഉണ്ടാവുമല്ലോ. അതിലൊന്നും ഒരു ഇപ്പം രാഹുൽ ഗാന്ധി ഇവിടുത്തെ കാരണം അദ്ദേഹം എന്തിനാ വയനാട്ടിൽ വന്ന് മത്സരിച്ചത്? അല്ല, ഇപ്പോ അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി സഹോദരി അധ്യക്ഷനാകുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അല്ല കാര്യമാണല്ലോ. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന അല്ല ഒട്ടനവധി അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ടല്ലോ. സഹോദരി ഇപ്പൊ ഇവിടെ വയനാട്ടിൽ MP ആണല്ലോ. അവര് അങ്ങനെ പുറത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ വരുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ EMS നമ്പൂരിപ്പാട് അദ്ദേഹം കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം വളരെ വർഷക്കാലം ഡൽഹിയിലായിരുന്നു. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, തിരിച്ചുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹം ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലാണ്. അങ്ങനെ പല സംഘടനകളുടെ ഇപ്പോൾ മുരളീധരൻ അദ്ദേഹം ത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അദ്ദേഹം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അത് ABVP-യുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഫുൾ ടൈമർ ആയിരുന്നു. ഡൽഹി ആയിരുന്നു പ്രവർത്തന കേന്ദ്രം. അദ്ദേഹം ആദ്യമായിട്ട് BJP-യിൽ ഒരു ചുമതല ഉണ്ടാകുന്നത് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ പ്രസിഡന്റായി. രാജീവ് ചന്ദ്രശേഖർ വന്നതുപോലെ തന്നെയാണ് അദ്ദേഹം വന്നതെന്ന് പറയാം. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്, ഇവിടെ ജനിച്ച ആളാണ്. പക്ഷെ പ്രവർത്തന കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളിലും ഡൽഹിയിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇപ്പൊ പറയുന്ന കാര്യം മുരളീധരനെ കുറിച്ചും പറയാവുന്നതാണ്. ആ സമയത്ത് കുറെ ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് ഈ പച്ചക്കറിയൊക്കെ കിടത്തുന്നത് പോലെ ആൾക്കാരെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ BJP ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് കാണുന്നില്ല. BJP രാജ്യത്തെ ഒന്നായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഭാരവാഹി, അങ്ങനെ ഇപ്പൊ BJP-യുടെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ആരോടുത്ത കാര്യമാണ് ധരിച്ചത്? ഒരു ഹരിയാനക്കാരിയാണ്. അങ്ങനെ നിരവധി ആളുകളുണ്ട് രാജ്യത്ത്. നിരവധി ആളുകൾ ഇതുപോലെയുണ്ട്. BJP-യുടെ ഇപ്പം ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല ആളുകളും വേറെ സംസ്ഥാനത്തിലായിരിക്കും, തിരിച്ചും ഉണ്ടാകും. അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന BJP-യുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ മറ്റ് സംഘടനകൾക്കൊന്നും ഇപ്പോൾ നേരത്തെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്നുള്ള എത്ര ആളുകൾ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിൽ വഴി കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഇപ്പോ പിന്നെ KC വേണുഗോപാൽ ഇതിനു മുമ്പ് പോയി എന്നുള്ളത് ശരി. പക്ഷെ അതിന്റെ മോഡൽ എവിടെയാ, മാതൃക എവിടെയാ? BJP എന്നാണ്. ഇപ്പൊ ഈ ഓരാചേട്ടൻ അങ്ങനെയാണ്, ജോർജ് കുര്യൻ അങ്ങനെയാണ്, മുരളീധരൻ അങ്ങനെയാണ്. ഇവരൊക്കെ വേറെ സംസ്ഥാനത്തു നിന്നല്ലേ പോയിട്ടുള്ളത്. BJP അതുകൊണ്ടാണ് അഖില ഭാരതീയ തലത്തിലാണ് ചിന്തിക്കുന്നത്, ഒരു സംസ്ഥാന തലത്തിൽ നിന്നല്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. BJP-ക്കാർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പുറത്തുള്ളവർക്കല്ല പ്രശ്നം. ആ സ്ഥാനം ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി, BJP-ന്ന് രാജിവെച്ചു, പത്രസമ്മേളനം നടത്തി. എല്ലാവരും അതിശക്തമായി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോയില്ലേ. അപ്പോൾ BJP എന്ന് പറയുന്ന സംഘടന ഓരോ സ്ഥാനത്ത് ആര് വേണം എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ കൂടിയാലോചന നടത്തി ഏറ്റവും ഉചിതനായ വ്യക്തിയെ നിയോഗിക്കുന്നതിൽ സാമർത്ഥ്യമുള്ള ഒരു സംഘടനയാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള സംഘടനയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ആ രീതിയിലായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ നിശ്ചയിച്ചതെന്നാണ് തോന്നുന്നത്. അതിലൊരു ഇറക്കുമതിയാണെന്ന് ഇവിടെ ആർക്കും അനുഭവപ്പെട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം BJP-യിൽ ഉണ്ടായ മാറ്റം എന്താണ് നേടിയത്? പൊതുവെ പുറത്തു നിന്ന് കാണുമ്പോൾ BJP അതിൻ്റെ ഇതപര്യന്തമുള്ള സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിതൊട്ട് മുടി വരെ ചലനാത്മകമാണ്, സജീവമാണ്. പ്രവർത്തകരെല്ലാം പ്രവർത്തന നിരതരാണ്. അവർക്ക് കൃത്യമായൊരു വിഷനുണ്ട്, ഒരു മിഷനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നാണ് എൻ്റെ നാട്ടിലും പരിസര പ്രദേശങ്ങളും യാത്ര ചെയ്യുന്നിടത്തൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പൊതുവെ ആ അഭിപ്രായം തന്നെയാണുള്ളത്. എല്ലാവരും വളരെ സ്ട്രോങ് ആണ്, വളരെ ഉഷാറാണ്, വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട്.
ഇപ്പോ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷൻ ഒക്കെ അടുത്ത് വരികയാണല്ലോ. പാർട്ടിയുടെ തയ്യാറെടുപ്പുകൾ എവിടം വരെ ആയിട്ടുണ്ട്? ഞങ്ങള് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉം, രണ്ടും തീർത്തും വ്യത്യസ്തമായ സംഘടനാ സംവിധാനമാണ്. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്നതേ ശരിയല്ല. ഉം, ശരിയാണ്, ആശയപരമായി ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ട്. ഉം, പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി അതിനെ അധികാരത്തിൽ കയറ്റാനോ അല്ലെങ്കിൽ ഇറക്കാനോ വേണ്ടി പ്രവർത്തിക്കുന്ന അട്ടിമറി തൊഴിലാളികളല്ല. ഉം, അങ്ങനെ ഒരു സമീപനമേ ഇല്ല. ശരിയാണ്, നമ്മൾ ഭരണത്തിലിരിക്കുന്ന ആൾ നല്ല കാര്യം ചെയ്താൽ ഉം, അതിനെ നല്ലതെന്ന് പറയും, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ തെറ്റെന്ന് പറയും. ആ സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്, ഉം. ആശയപരമായ ബന്ധമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ഒബ്സർവർ എന്ന നിലയിൽ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമല്ലോ. അല്ല, നമുക്ക് അതിന് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹികളുണ്ട്. അവരത് പറയുന്നതല്ല. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പറയുന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം. പൊളിറ്റിക്കൽ തന്നെയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പാലക്കാട് ആർ.എസ്.എസിനും ബി.ജെ.പിക്കും വളരെയധികം സ്വാധീനമുള്ള ഒരു അസംബ്ലി മണ്ഡലമായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു. ഇപ്പോൾ രാഹുലിനെതിരെ വളരെയധികം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അടുത്ത ഇലക്ഷനിൽ ഒരു ഈസി വോക്ക് ഓവർ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മണ്ഡലത്തിൽ. പൊതുവെ അവർക്ക് ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അത് അത് പ്രതീക്ഷയുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാഹചര്യം എടുക്കുകയാണെങ്കിൽ യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പറ്റുമോ? ഒബ്സർവർ ആയിട്ട് മാത്രം മതി. നമ്മളിപ്പോൾ കാണുന്നുണ്ട് എൽ.ഡി.എഫ് ഭരണത്തിലാണ്. ഭരണത്തിനെ വിലയിരുത്താം, പ്രതിപക്ഷത്തിനെ വിലയിരുത്താം. എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ്. രണ്ടു കൂട്ടരും പറയുന്ന ഒരേ കാര്യമാണ്. ഉം, പിന്നെ എങ്ങനെയാണ് ഭരണപക്ഷി ഏതാണ് പ്രതിപക്ഷം ഏതാണെന്ന് മനസ്സിലാവുക? രണ്ടു കൂട്ടരും പറയുന്നത് ഒരേ കാര്യമാകുമ്പോൾ ഉം, നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരുടെയും മുഖ്യ ശത്രു ബി.ജെ.പി ആണ്, അല്ലെങ്കിൽ ആർ.എസ്.എസ് ആണ്. അക്കാര്യത്തിൽ അങ്ങനെ ആർ.എസ്.എസിനെയും ബി.ജെ.പിയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും വേണ്ടിയുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. ഉം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്നിടവിട്ട കാലങ്ങളിൽ യു.ഡി.എഫും എൽ.ഡി.എഫും വന്നതായിരുന്നു ചരിത്രം. ഉം. അത്യപൂർവം മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ഇപ്പം പിണറായിയുടെ തുടർച്ചയാണ്. അതെ. എന്തുകൊണ്ടാണ് പിണറായിയുടെ ഭരണം തുടർന്നത്? പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് കഴിഞ്ഞ ആ, തെരഞ്ഞെടുപ്പ് അവസരത്തിൽ ജനങ്ങൾക്ക് നല്ല അഭിപ്രായമായിരുന്നു. ഉം, ഈ പിണറായിയുടെ ഭരണം ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ ബഹുഭൂരിപക്ഷ ആളുകൾ. ഉം, പക്ഷെ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് തന്നെ തിരിച്ചധികാരത്തിൽ വന്നു. എന്തുകൊണ്ടാണ് വീണ്ടും എൽ.ഡി.എഫ് വന്നത് എന്നതിനെ സംബന്ധിച്ച് പല വിലയിരുത്തലുകളുണ്ട്. ഉം, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, സാധാരണ അതിലിപ്പോൾ എൽ.ഡി.എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ യു.ഡി.എഫും ഇവിടുത്തെ പൊതുജന മനസാക്ഷിയും മാധ്യമങ്ങളും എല്ലാം എൽ.ഡി.എഫിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഈ നാട്ടിൽ ശക്തിപ്പെടുത്തും. യു.ഡി.എഫിൻ്റെ മികവുകൊണ്ടല്ല, ഭരിക്കുന്ന എൽ.ഡി.എഫിൻ്റെ കുറവുകൾ കൊണ്ടാണ് യു.ഡി.എഫ് അധികാരത്തിൽ വരാറ്. ഉം, തിരിച്ചു അങ്ങനെയാണ്. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ അവരുടെ ഭരണമികവ് കൊണ്ടല്ല, അവരുടെ പരാജയമാണ് എൽ.ഡി.എഫിനെ അധികാരത്തിൽ എത്തിച്ചിരുന്നത്. നെഗറ്റീവ് വോട്ടുകൾ കൊണ്ടാണ് ഇവിടെ ഭരണമാറ്റം സംഭവിച്ചിരുന്നത്. അതെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഭരണകക്ഷിയായ CPM-നെതിരായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ കുന്തമുന തിരിയേണ്ടത്. അതെ. ഇവിടെ സംഭവിച്ചത് CPM അതിശക്തമായി ബി.ജെ.പി വിമർശിച്ചു. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ബി.ജെ.പിയെ ശക്തമായി വിമർശിച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും ഉം, എന്നവർക്ക് ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവർ അതിശക്തമായി ബി.ജെ.പി വിമർശിച്ചു. ഉം, യു.ഡി.എഫ് CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി, ആ രംഗത്ത് തോൽപ്പിക്കാൻ വേണ്ടി അതിശക്തമായി ബി.ജെ.പി വിമർശിച്ചു. ആർ.എസ്.എസിനും ബി.ജെ.പിക്ക് എതിരായിട്ടായിരുന്നു യു.ഡി.എഫിൻ്റെയും പ്രചരണം. കാരണം ആർ.എസ്.എസിനെയും ബി.ജെ.പിയും അതിശക്തമായി വിമർശിച്ചിട്ടില്ല എന്ന് വന്നാൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അപ്പുറത്തേക്ക് പോകുമോ എന്ന ഭയം യു.ഡി.എഫിനുണ്ടായിരുന്നു. ഉം, അതുകൊണ്ട് അവരുടെയും പ്രചരണത്തിൻ്റെ ആ ഒരു കുന്തവനെ തിരിച്ചു വെച്ചത് ബി.ജെ.പിക്കെതിരായിട്ടാണ്. ഉം. അപ്പോൾ CPM-ഉം വിമർശിക്കുന്നത് ബി.ജെ.പിയാണ്, യു.ഡി.എഫും വിമർശിക്കുന്നത് ബി.ജെ.പിയാണ്. CPM-നെ വിമർശിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല.
ഭരണകക്ഷിയുടെ തെറ്റുകളെ വിമർശിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ നിലയിലുള്ള ഒരു വികാരം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല. അതുകൊണ്ട് വളരെ ഈസിയായി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫിന് വരാൻ സാധിച്ച സാഹചര്യം അതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിന്റെ കേന്ദ്രബിന്ദു ബി ജെ പി ആയിരുന്നു, സി പി എം ആയിരുന്നില്ല. വളരെ സമർത്ഥമായി സി പി എം ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. യു ഡി എഫുകാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഏതായാലും പിന്നീട് ഒരവസരത്തിൽ സംസാരിക്കുമ്പോൾ ശ്രീ കെ സുധാകരനുമായി ഈ വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ആ പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. അവർക്ക് ബി ജെ പി എത്രമാത്രം ശക്തമായി വിമർശിക്കുന്നു അതിനനുസരിച്ച് തങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും, തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാകും എന്നാണ് അവർ ഓരോരുത്തരും വിചാരിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരിപ്പോൾ രാഷ്ട്രീയ അജണ്ടകൾ വൈയക്തികമായി രൂപപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലക്റ്റീവായിട്ടുള്ള യു ഡി എഫിൻ്റെ അജണ്ടയും വരുന്നത്. അത് ബി ജെ പിയെ മാത്രം കേന്ദ്രീകരിച്ച ഒരു അസംബ്ലി സീറ്റ് പോലും ഇല്ലാത്ത ഈ ബി ജെ പിയെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ട് എന്താ കാര്യം? ആരെ ആക്രമിക്കേണ്ടത്? ഉദാഹരണത്തിന് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, നേമം. അവിടെ ഒരാളുകളായിരുന്നു. അവിടെ കുമ്മൻ രാജശേഖരൻ മത്സരിച്ചു. ആരാ എതിർ സ്ഥാനാർത്ഥിയായത്? കെ മുരളീധരൻ. അതൊരു എം പി ആയിരുന്നു. എം പി ആയ ഒരാളെ മൂന്നാം സ്ഥാനത്തുള്ള ഒരു സീറ്റിൽ മുരളീധരനെ പോലത്തെ മുൻ കെ പി സി സി പ്രസിഡന്റായ, മുൻ മന്ത്രിയായ, കേരളത്തിലെ സമുന്നത ഒരാളായ ആളെ നേമത്ത് മത്സരിപ്പിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ബി ജെ പിക്കുള്ള ഒരു സീറ്റ് കളയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ സി പി എമ്മുമായിട്ടല്ലേ യു ഡി എഫ് മത്സരിക്കും, കോൺഗ്രസ് മത്സരിക്കും. പിണറായി വിജയനെതിരായിട്ട് ആരാണ് മത്സരിച്ചത്? പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ പിണറായി വിജയനെതിരായിട്ട് അങ്ങനെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചെങ്കിൽ, ഉദാഹരണത്തിന് കെ സുധാകരൻ പിണറായി വിജയനെതിരായിട്ട് മത്സരിക്കുകയാണ്, അത് എന്തൊരു സന്ദേശം കൊടുക്കുമായിരുന്നു? പിണറായി വിജയനെതിരായിട്ട് ആരാണ് മത്സരിച്ചത്? ഒരു രഘുനാഥനെയാണ് നിർത്തിയത്. ഡി സി സിയുടെ ഒരു ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തോടുകൂടി രാജിവെച്ചിട്ട് ബി ജെ പിയിൽ വന്നു. ഇപ്പോൾ ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ മെമ്പറാണ്. അപ്പോൾ എന്താണ് അത് നൽകുന്ന സന്ദേശം? എന്താണ്? വളരെ വ്യക്തമല്ലേ? നേമം എന്ന് പറയുന്ന സീറ്റിൽ ബി ജെ പിയുടെ ഒരു സീറ്റ് ഇല്ലാതാക്കാൻ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് മുരളീധരനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ ആർക്കെതിരായിട്ടാണ് യു ഡി എഫിന്റെ മത്സരം എന്ന് അവിടെ വ്യക്തമാവുകയാണ്. എന്നിട്ട് മുരളീധരൻ മത്സരിച്ചിട്ട് ഏത് സ്ഥാനത്ത് എത്തിയത്? മൂന്നാം സ്ഥാനത്ത് തന്നെയല്ലേ? ആ സ്ഥാനത്ത് നിന്ന് കയറിയോ? പക്ഷെ ഒരു വലിയ ധാരണ കേരളം മുഴുവൻ വ്യാപിച്ചു. എന്താണത്? അത് യു ഡി എഫ് മത്സരിക്കുന്നത് ആരുമായിട്ടാണ്? ബി ജെ പി ആയിട്ടാണ്. അല്ല, യു ഡി എഫിന്റെ മുഖ്യ എതിരാളി ബി ജെ പി ആണ്, സി പി എം അല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ, സി പി എമ്മിനെ എതിർക്കുന്ന ആളുകൾ, അവർ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? യു ഡി എഫിനല്ല വോട്ട് ചെയ്യേണ്ടത്. അതിലൊരു വലിയ വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്തു. ചില ആളുകൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ആർക്കും കോൺഗ്രസിന് എതിർപ്പില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ എതിർപ്പ് എന്ന് വിചാരിച്ചിട്ട് സി പി എമ്മിനെ തന്നെ വോട്ട് ചെയ്തു. 99 സീറ്റോട് കൂടിയിട്ട് അവർ അധികാരത്തിൽ വന്നു. യു ഡി എഫിന്റെ തന്ത്രശാലികളായ വാർ റൂമിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ആനമണ്ടത്തരമാണ്, അവരുടെ പ്രചരണ സംവിധാനത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം. അവരുടെ തന്ത്രത്തിൽ വന്ന പാഴ്ചയാണ്. സി പി എമ്മിനെ എതിർക്കുന്നവരും ബി ജെ പിക്ക് നേരെ കുന്തവന തിരിച്ചു. ആ പഴുതിലൂടെ സി പി എം അധികാരത്തിൽ വന്നു. ഇനിയെങ്കിലും അവർ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് നല്ലത്. ഈ വരുന്ന ഇലക്ഷന് ബി ജെ പിയുടെ മുഖ്യ എതിരാളി ആരായിരിക്കും? സി പി എം ആയിരിക്കോ കോൺഗ്രസ് ആയിരിക്കോ? അല്ല, ഇവിടെ മുഖ്യ എതിരാളി എന്നുള്ള പ്രശ്നമില്ല. കാരണം അവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ കാര്യം പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഒരുപോലെ തന്നെ എതിർക്കുക. മുഖ്യ എതിരാളി എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അല്ല, ഏത് കാര്യത്തിലാണ് വ്യത്യസ്തമായി അവർ പറയുന്നത്? വ്യത്യസ്തമായ ഏത് കാര്യം പറയുന്നത്? അപ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഈ രണ്ടുപേരും ഒരുപോലെയാണ്. അപ്പോൾ ബി ജെ പിക്ക് മുഖ്യ എതിരാളി എന്ന് പറഞ്ഞിട്ടൊരു എതിരാളിയില്ല. എതിരാളികൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മുഖ്യം തന്നെയാണ്. ആ നിലയിലുള്ള സമീപനമാണ് ബി ജെ പി ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.